ഹലോ, എല്ലാവർക്കും വിനോദ് വിഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സ്വീറ്റ് ലഡു ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ പരിചിതമായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ റീൽ കണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഏകദേശം നമ്മൾ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് കശുവണ്ടി നമ്മളിത് വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ കശുവണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്ക, പിന്നെ കുറച്ച് ആവശ്യത്തിന് ഒരു മുറി തേങ്ങ, പിന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചക്കക്കുരു, പിന്നെ കുറച്ച് വെല്ലം, പിന്നെ നെയ്യ്. ആദ്യം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം ചക്കക്കുരു നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് കശുവണ്ടി ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ വീട്ടിലുണ്ടായ കശുവണ്ടി ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് തോലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചപ്പോൾ അതിൻ്റെ തോലൊക്കെ ഒന്ന് വേർവിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് എടുത്ത് കളയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തേങ്ങയും പിന്നെ ഏലക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അത് മൂപ്പിച്ചെടുക്കുക. നല്ലതായിട്ട് മൂത്ത് തരേണ്ട ആവശ്യമില്ല. ഒരുവിധം ആയതിനു ശേഷം നമുക്ക് തീ ഓഫാക്കാം. തേങ്ങയൊക്കെ ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമ്മളതൊന്ന് ചൂടാറാൻ വയ്ക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയിൽ ജാറെടുത്തിട്ട് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. തേങ്ങയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള വെല്ലം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചക്കക്കുരും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ എല്ലാം കൂടി മിക്സായിട്ട് ഇങ്ങനെ ഈ പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പോരാത്തതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.